everyone, this is Ria Minimalist Malayali and welcome to our channel. കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിൽ ഞാൻ തലമുണ്ടനം ചെയ്യുന്ന വീഡിയോസ് ഷോർട്സായി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നു, നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ ചേച്ചിയെന്ന് ചോദിച്ചിട്ട്. സത്യം പറയാലോ, ഇത് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാനും എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാനും ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് അതെല്ലാം ചേർത്തിട്ട് ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. എൻ്റെ പേര് വർഷ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പേരും അല്ലെങ്കിൽ എൻ്റെ മുഖവും നമ്മളുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ തലമുണ്ടനം ചെയ്തത് ഇന്നലെയല്ല, പകരം 2025 മാർച്ച് 23 ഏകദേശം 2 മാസത്തോളമായി എൻ്റെ തലമുണ്ടനം ചെയ്തിട്ട്. ഞാൻ തലമുണ്ടനം ചെയ്യാനുണ്ടായ ഒരു കാരണം എന്നുള്ളത് 2-3 വർഷമായിട്ട് ലൈഫിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യമായാലും ഫാമിലിയിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെനിക്കൊരു മുന്നോട്ടുള്ള വഴിയില്ലാതെ നിന്നിരുന്നൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ബന്ധുവാണ് എനിക്കിങ്ങനെ ഭഗവാൻ മുരുകനിലേക്കും ഹനുമാൻ സ്വാമിയിലേക്കും എന്നെ വഴി കാട്ടിയത്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യവും ഒരു ലാഭേച്ഛ കൂടാതെ നീ ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണെങ്കിൽ നിനക്ക് അദ്ദേഹം തന്നെ നേരായ വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. അന്ന് മുതൽ തൊട്ടടുത്ത അമ്പലത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കാര്യസിദ്ധി വിളക്ക് എന്നൊരു വിളക്കുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമാണ്. അവിടെ പോയി ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരി വയ്ക്കുമായിരുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേരള പഴനിയിൽ തലമുണ്ടനം ചെയ്യാമെന്ന് ഒരു വഴിപാടെടുത്തത്, ഒരു നേർച്ച എടുത്തത്. അന്നതെടുക്കുമ്പോൾ പോലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫ് അതായിരുന്നു ഇമ്പോർട്ടൻ്റ്. അവന് 4 വയസ്സാകുന്നതിന് മുൻപ്, അവൻ സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് എന്നെക്കൊണ്ട് പറ്റുന്നൊരു സമയത്ത് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് വിചാരിക്കും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ വഴിപാടുകൾ പൂർത്തിയാക്കാൻ പറ്റില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകളെ നമ്മൾ നേരാവൂ എന്ന് പറയും. ഞാൻ പഴനിയിൽ പോയി ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തന്നെ പോകാനോ അല്ലെങ്കിൽ എനിക്കങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേരള പഴനിനെക്കുറിച്ച് പലരും പറഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആരും എനിക്ക് കൂട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരിത്തിരി നേരം വീട്ടിലാക്കിയിട്ട് പോയാലും പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നിയൊരു സ്ഥലം. പക്ഷെ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്കവിടെ കിട്ടിയത്. നമ്മൾ പഴനിയിൽ തന്നെ കാണുന്ന പോലെ തന്നെ താഴെ ചെല്ലുമ്പോൾ ഒരു ഗണപതി കോവിലുണ്ട്. അവിടെ നമ്മൾ അദ്ദേഹത്തെ തൊഴുത് തേങ്ങ അടിച്ച് മല കയറുക. 250 പടികളാണ് കേരള പഴനിയിലുള്ളത്. സത്യത്തിൽ നമ്മൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ശരിക്കും നമ്മളൊരു പഴനിയിൽ എത്തിയ അതേ ഫീലോട് കൂടിയിട്ട് തന്നെയാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ല അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ അതവിടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ, നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ തലമുണ്ടനം ചെയ്തതിന് ശേഷം മാത്രമാണ്, തലമുണ്ടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും തലമുണ്ടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വഴിപാട് കൗണ്ടറിൽ നമ്മൾ പോയി അതിനുള്ള ചീട്ടെടുക്കുക. അതിനുശേഷം തലമുണ്ടനം ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. ഞാൻ തലമുണ്ടനം ചെയ്യാൻ സമയത്ത് എനിക്ക് ഒരു നല്ലൊരു അച്ഛനെയാണ് തലമുണ്ടനം ചെയ്യാനായിട്ട് എന്നോട് എന്തിനാ മോളെ ഇങ്ങനെ ചെയ്യുന്നത്, ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നീ വിചാരിച്ച കാര്യം നിനക്ക് ഭഗവാൻ നടത്തി തരും, ഒരുപാട് നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത്, മുടി വെടിച്ചാലും നിനക്ക് വിഷമമൊന്നും വേണ്ട, ഭഗവാന് കൊടുത്തിട്ടുള്ളതല്ലേ, ചിലർക്കത് ഭയങ്കര വിഷമാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു അച്ഛനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പോലും എൻ്റെ
നേരെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി വടിക്കുന്ന ഓരോ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ആ കണ്ണാടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെന്ന ആളുടെ രൂപമാറ്റങ്ങൾ നല്ല ഭംഗിയായിട്ട് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ തന്നെയാണ് പോയത്. കുഞ്ഞുങ്ങൾക്ക് പനിയായതുകൊണ്ട് അവരെ ഹസ്ബൻഡിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ആക്കിയിട്ട് ഞാൻ തന്നെയാണ് പോയത്. എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. അധികം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ മാക്സിമം ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എല്ലാവരുടെ കൂടെ ആളുകളുണ്ട്. മുടി വടിച്ച് കഴിഞ്ഞാൽ ചന്ദനം ചാർത്തുക എന്നുള്ളൊരു വഴിപാടുണ്ട്. അതും കൂടി ചെയ്താലാണ് കാവടി എടുത്ത് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രമേ വഴിപാട് പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അതൊരു വിഷമം. എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, എൻ്റെ തലയിൽ ചന്ദനം ചാർത്താനായിട്ട് ആരും ഇല്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനും എനിക്ക് സൊല്യൂഷൻ ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ഉണ്ടായി. അതുപോലെ തന്നെ ആൾ തന്നെ എന്നോട് പറഞ്ഞു, മോളെ അകത്തേക്ക് ചെന്നോളൂ, അവിടെ നിന്ന് തട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് ചെന്നോളൂ, അവിടെ ആരെങ്കിലും മോളെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല എന്ന്. സത്യമാണ്. ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്ത് കഴിഞ്ഞ് അവിടെ പോയി. അവിടെ തന്നെ നമുക്ക് തല വാഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കയ്യിലൊരു തോർത്തുമുണ്ടോ എന്തെങ്കിലും കരുതാം. നമ്മൾ തലമുണ്ടനം ചെയ്ത് തല വാഷ് ചെയ്തതിന് ശേഷം തുടച്ച് കൗണ്ടറിൽ പോയി നമ്മൾക്കുള്ള നമ്മൾ ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടുള്ള തട്ട് സമർപ്പിക്കാൻ തരും. അതിൽ വേൽ സമർപ്പണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും മഞ്ഞൾ, കുങ്കുമം സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു തട്ട് നമുക്ക് തരും. ആ തട്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം അവിടെ നമ്മുടെ തലയിൽ അവിടുത്തെ പൂജാരി തീർത്ഥം തെളിക്കും. അതിന് ശേഷം നമുക്ക് മഞ്ഞൾ പരട്ടിത്തരും. എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് എൻ്റെ കൂടെ ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ ഒരു ചേട്ടൻ അവിടുത്തെ ഹെൽപ്പ് ചെയ്യണ ഒരു ചേട്ടനാണ്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ നിനക്കാരും കൂടെ ഇല്ലേ, എന്തെങ്കിലും നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. അതിനെന്താ മോളെ, ഭഗവാൻ അങ്ങനെ ആരെയും കൈവിടുന്നില്ല, നീ ഇവിടം വരെ എത്തിയില്ലേ, അത് ഭഗവാന്റെ നിശ്ചയമാണ്, നിനക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് മഞ്ഞൾ പരട്ടി തന്നു. പിന്നീട് കാവടി എടുത്ത് അമ്പലത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ കാവടി സമർപ്പിക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ആർക്കും നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ഈ തീരുമാനം തല മൊട്ടയടിക്കുക എന്നുള്ള തീരുമാനത്തിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ തല മൊട്ടയടിച്ച് വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ മൊട്ടയടിക്കാൻ പോവാണ്, ഇങ്ങനെ ചെയ്യാൻ പോകണമെന്നുള്ളത്. അവനറിയില്ലല്ലോ, അവന് വേണ്ടിയിട്ടാണ് അമ്മ ഇത് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ളൊരു കുഞ്ഞു മനസ്സ് അവനിലുണ്ടായിരിക്കണം എന്നില്ല. എന്നെ അങ്ങനെ കണ്ടപ്പോൾ അവന് ഒരുപാട് വിഷമമായി. അവൻ്റെ റിയാക്ഷനും ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ സത്യത്തിൽ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള വിചാരിച്ചതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പാകപ്പിഴകൾ ഈ വീഡിയോയിൽ കാണാനും ഉണ്ടാവും. എൻ്റെ ഒരു വിശ്വാസത്തിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ആര് നമ്മളുടെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും, നമ്മൾ ആര് താഴെ ഇട്ടാലും, ചിലപ്പോൾ നമ്മൾ താഴെ വീണ് പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ പറയും, നിൻ്റെ അഹങ്കാരത്തിന് നിൻ്റെ തന്നിഷ്ടത്തിന് വന്നതല്ലേ, നീ തന്നെ തിരിച്ച് കയറ്, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് നീ തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ, നീ തന്നെയുള്ളൂ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ. ചില ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമായിരിക്കാം, പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നതിനൊപ്പം ഒരുപാട് കുത്തുവാക്കുകൾ പറയാനും മറ്റുള്ളവരുണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ജീവിതത്തിൽ തോറ്റു പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനേ നേരം ഉണ്ടാവുള്ളൂ. അതേസമയം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും. സത്യം പറയാലോ, ഇപ്പം മൊട്ടയടിച്ചതിന് ശേഷം ഒരുപാട് സമയം എനിക്ക് കിട്ടുന്നുണ്ട്. സമയം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കുളിക്കാൻ നല്ല സുഖമാണ്, വേഗം കുളി കഴിയും, തലമുടി കെട്ടണ്ട.
സത്യത്തിൽ ഞാൻ അത്രയും നന്നായിട്ട് മുടി കെട്ടാൻ അറിയുന്നൊരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് അത്രയും നല്ല കോൺഫിഡൻസും ഇല്ല. എപ്പോഴൊക്കെ മുടി കെട്ടിയാലും എൻ്റെ പ്രായത്തിന് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പം തല മുണ്ടനം ചെയ്തതിന് ശേഷം അതിനുള്ള ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഡിസിഷൻസ് പാളിപ്പോവാം, പക്ഷേ നമ്മൾ ഭഗവാനിലേക്ക് നേരിട്ട് അടുക്കുകയാണെങ്കിൽ, ഭഗവാനെ എനിക്ക് നേർവഴി കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അതിനൊരു ഫലം തരും എന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയും പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. ശരിയാണ്, പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. അതിനോടൊപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും നമ്മൾ ചെയ്യണം. നമ്മൾ പണിയെടുക്കാതെ നമുക്ക് ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ പണിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നേരായ വഴിയിൽ പണിയെടുക്കാനായിട്ട്, നേരായ വഴിയിൽ ചലിക്കാനായിട്ട് കഴിയണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.